ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഡെയിലി കറണ്ട് അഫയേഴ്സ് ആണ്. ശ്രദ്ധിച്ചാൽ ഒരു മാർക്കാണ്. കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രഥമ ആർട്ടിസ്റ്റ് നമ്പൂതിരി സമ്മാൻ അവാർഡിന് അർഹനായതാരെന്ന് ചോദിച്ചാൽ സി ഭാഗ്യനാഥാണ് ആർട്ടിസ്റ്റ് നമ്പൂതിരി സമ്മാൻ അവാർഡിന് അർഹനായത്. 2025 ചൈന ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം ജേതാവ് ആരെന്ന് ചോദിച്ചാൽ യാനിക് സിന്നറാണ് 2025 ചൈന ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം ജേതാവ്. വനിതാ വിഭാഗത്തിൽ അമാൻഡ അനിസിമോവയാണ് ജേതാവ്. ഇപ്പോൾ 2020 ചൈന ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം ജേതാവ് യാനിക് സിന്നർ. രവീന്ദ്ര മാസ്റ്റർ മ്യൂസിക്കൽ ട്രസ്റ്റിൻ്റെ രവീന്ദ്ര പുരസ്കാരത്തിന് അർഹയായെന്ന് ചോദിച്ചാൽ അത് കേരളത്തിലെ വാനമ്പാടിയായ KS ചിത്രയാണ് രവീന്ദ്ര മാസ്റ്റർ മ്യൂസിക്കൽ ട്രസ്റ്റിൻ്റെ രവീന്ദ്ര പുരസ്കാരത്തിന് അർഹയായത്. KS ചിത്ര. കേരള ചലച്ചിത്ര പുരസ്കാര നിർണയ ജൂറിയിൽ അംഗമാവുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ ആരാണെന്ന് ചോദിച്ചാൽ വിജയരാജ മല്ലികയാണ് കേരള ചലച്ചിത്ര പുരസ്കാര നിർണയ ജൂറിയിൽ അംഗമാകുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ. വിജയരാജ മല്ലിക. അർബുദം, അൾഷിമേഴ്സ് തുടങ്ങിയ രോഗങ്ങൾ മുൻകൂട്ടി കണ്ടെത്താൻ കഴിയുന്ന നൂതന കൃത്രിമ മിറർ ഇമേജ് നാനോ പോർസ് വികസിപ്പിച്ച സ്ഥാപനം രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജിയാണ്. അർബുദം, അൾഷിമേഴ്സ് തുടങ്ങിയ രോഗങ്ങൾ മുൻകൂട്ടി കണ്ടെത്താൻ കഴിയുന്ന നൂതന കൃത്രിമ മിറർ ഇമേജ് നാനോ പോർസ് വികസിപ്പിച്ച സ്ഥാപനം രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി. വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നേവിയുടെ ആൻറ്റി സബ്മറൈൻ യുദ്ധക്കപ്പൽ എന്ന് ചോദിച്ചാൽ അത് INS ആൻഡ്രോത്ത് ആണ്. വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നേവിയുടെ ആൻറ്റി സബ്മറൈൻ യുദ്ധക്കപ്പൽ INS ആൻഡ്രോത്ത്. ഗോവൻ മാതൃകയിൽ കേരളത്തിലെ ആദ്യ ജലഭണ്ഡാര തടയണം നിലവിൽ വരുന്നത് കുന്തിപ്പുഴയിലാണ്. പാലക്കാട് ജില്ലയിൽ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴയാണ് കുന്തിപ്പുഴ. കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ പുഴകളിലൊന്നാണ് കുന്തിപ്പുഴ. ഗോവൻ മാതൃകയിൽ കേരളത്തിലെ ആദ്യ ജലഭണ്ഡാര തടയണം നിലവിൽ വരുന്നത് പാലക്കാട് ജില്ലയിലെ കുന്തിപ്പുഴയിലാണ്. ഇന്ത്യയിലെ ആദ്യ അണ്ടർ റിവർ റോഡ് ടണൽ നിലവിൽ വരുന്നത് അസമിലാണ്. അത് ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ ബ്രഹ്മപുത്ര നദിയിലാണ് ഇന്ത്യയിലെ ആദ്യ അണ്ടർ റിവർ റോഡ് ടണൽ നിലവിൽ വരുന്നത്. അസം. നിലവിൽ വരുന്ന നദി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മപുത്ര നദിയിലാണ്. ബ്രഹ്മപുത്ര. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൻ്റെ ഇന്ത്യയിലെ അംബാസഡറായി നിയമിതനായത് മലയാളത്തിൻ്റെ അഭിമാനമായ സഞ്ജു സാംസണാണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൻ്റെ ഇന്ത്യയിലെ അംബാസഡറായി നിയമിതനായത്. അപ്പോൾ EPLൻ്റെ ഇന്ത്യൻ അംബാസഡറായിട്ട് ആരാണ് നിയമിതനായതെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ സഞ്ജു സാംസണാണ്. വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്